ഇന്നലെ പണിയാൻ 5 പേരുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ രീതിയാണ്. ഒരു ദിവസത്തെ പോലെ അല്ല അടുത്ത ദിവസം പണിയൊക്കെ. പക്ഷേ സെയിമാണ്. നമുക്ക് ചില ദിവസം ഇച്ചിരി കുറച്ച് കിട്ടും, ബാക്കി എല്ലാ ദിവസവും ഏകദേശം സെയിമാണ്, ഒരേ പരിപാടി. ബാക്കി പണികൾ വയറിങ്ങിൻ്റെ അല്ലാത്ത പണികളൊക്കെ അവിടെ ചെയ്യുന്ന ബംഗാളികളാണ്, വീട് പണികളുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ വയറിങ്ങൊന്നും അങ്ങനെ ബംഗാളികളില്ല. ഫോൺ എടുക്കാൻ മറക്കില്ല ഇന്നലത്തെ പോലെ. ആരാണെങ്കിൽ ചെയ്യാനൊന്നുമില്ലല്ലോ. മുടി ഒന്ന് ചീകിട്ട് പോയാലെന്നായിരുന്നു കുഴപ്പം. ഒരുത്തനോട് രാവിലെ ഡ്യൂട്ടി തുടങ്ങി, കോഴി ഓടിയത്. എൻ്റെ അമ്മച്ചോ, ഇതാ അടങ്ങിയിരുന്നേ അങ്ങോട്ട്. ഇത് എന്നാ ഇത്? ഓ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചീപ്പൊക്കെ. ഇത് ചെവിട് വേണോ? ആടാ ഒന്ന് പോട്ടെ അങ്ങോട്ട്. എൻ്റെ മുന്നേ, ഓ എൻ്റെ പൊന്നോ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ അഴിക്കാൻ. അയ്യോ, ഇതേ പോയി, ചമ്മിപ്പോയി. കൂടെ വന്നതടി പാവം. ആ ടാങ്കിനകത്തല്ല വെള്ളം, നേരെ അവിടെ അങ്ങൊന്നും വരിക. ഇന്നലെ പണിക്ക് 5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടെങ്കിൽ നമ്മുടെ പണി നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവർ എന്നെ അവിടം വരെ കൊണ്ടുവിട്ട്. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നതാണ്. പക്ഷേ ബ്ലോക്ക് കാരണം പിന്നെ താമസിച്ച്, നേരത്തെ വരാൻ യോഗമില്ല. വൈകുന്നേരം അവിടുന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി വരുന്നത്. അതുകൊണ്ട് പിന്നെ വെള്ളം അത്ര ലാഭമുണ്ട്. അല്ലാതെ അത് തന്നെ അല്ല ഇച്ചിരി അങ്ങനെ പണി കഴിഞ്ഞിട്ട് കൂടി ഇവിടെ വന്ന് കുളിക്കാൻ പറ്റുകയില്ല. അത് നല്ല വെള്ളമാകും. ആറ്റി ഇറങ്ങി കുളിച്ചിട്ട് വരാനേ പറ്റുള്ളൂ. ആറ്റി പക്ഷേ ഈ പ്രശ്നം പോയേ ഇല്ല. പണി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല കട്ടപ്പണി ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പണിയുടേതായ കട്ടിയൊന്നും വിഷയമില്ല. പക്ഷെ വേറൊരാളൊന്നും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞുകൂടെ. പക്ഷെ വേറെ ആരെയൊന്നും നമുക്കതങ്ങോട്ട് അത്രയും ഇതിലൊക്കെ ചെയ്യുമോ അറിയത്തില്ല. കൊണ്ടുപോകാൻ പാടാണ്. വൈകുന്നേരം വരുമ്പോഴത്തേനും കൈക്കും കാലിനൊക്കെ നല്ല വേദനയാണ്. ഇപ്പോഴും അത് ശരിക്കും മാറിയിട്ടില്ല. വേദനയുണ്ട്, പക്ഷെ നമ്മളങ്ങ് ചെയ്യാന്നുള്ളൂ. വേദനയെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ. ചെയ്യാതിരുന്നാൽ പിന്നെയും വേദന കൂടത്തുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പം കുറേ കഴിയുമ്പോൾ മാറുമായിരിക്കും. കണക്കാം, ഷാമ്പൂയും കണക്കാം. ഇളക്കി നല്ലതായിട്ട് ഇളക്കി കഴിച്ചേ. മുട്ടയോ? മീനും മുട്ട എല്ലാം വേണോ? അതിലൊന്നും ഒന്നുമല്ല. ഇപ്പം മീനുണ്ട് അതിനകത്താ കഴിച്ചേ. ശാമ്പവി ഇന്നലെ ഇന്നലെ ഞാൻ എന്നായിരുന്നു ശാമ്പവി എടുത്ത് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു തന്നെ. വേണോ അതുപോലെ? എടി മീനല്ലേ ഇട്ട് ഇളക്കിയേക്കുന്ന, മീൻ വറുത്തതിട്ട്. അപ്പോൾ മുട്ട പൊരിച്ചത് വേണ്ട. ഭയങ്കര പിടിവാശിയായിട്ട് കേട്ടോ. സിംബ ഓക്കെ പോ കൊച്ചിനടുത്ത് വന്ന് 2 അലമ്പ്. ഇന്ന് അവസാന ദിവസമാണ്. എനിക്ക് വഴിക്ക് വരാൻ പറ്റുന്നില്ല വൈകുന്നേരം.
അമ്പലത്തിന് അവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ അറിയുക. ഭയങ്കര അഹങ്കാരം. അത്ര അഹങ്കാരം പാടില്ല പെണ്ണുങ്ങൾ. ഉണ്ടോ? അത് മതി, അതും മതി. നീ ഇവിടുന്ന് എന്നെ എഴുത്തും വിടമാട്ടെ. കഴിയിട്ട് വരാലോ. സമയം നടിച്ചിട്ട് വരാം. എന്തോ നടിവേ ഊരിയാ പോരാ. വരുന്നില്ലേ? നിക്ക മദർ മദർ ഇവിടെ തൂക്കിട. എല്ലാം അറിയണോ? ചീറ്റിക്കട നോക്കണ്ട, ഞാൻ അളക്കാൻ കൊണ്ടുപോകും. അതല്ലേ ഞാൻ പറഞ്ഞ, മുടി ഉണ്ടല്ലോ ബംഗാളികളെ പോലെ. പാത്രമാ. നീ വന്നേ കൂടെ. രാവിലെ അങ്ങോട്ട് നടക്കുന്ന വലിയ പ്രശ്നമുള്ള കേസല്ലേ. സമയമുണ്ട്, ചെന്നാൽ മതി. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വരത്തുള്ളൂ. പക്ഷെ വൈകിട്ട് നേരത്തെ വരാൻ പറ്റും, വല്ല വണ്ടിയും കിട്ടിയ അതൊരു ഗുണമാണ്. ഇവിടെ ഫുള്ള് കൃഷിയാണ്. ഈ ഭാഗത്ത് മൊത്തം കൃഷിയാണ്. വെള്ളമടിക്കുന്നതൊക്കെ ഉണ്ട്. കൈതയ്ക്ക് എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും രാവിലെ. എന്നിട്ട് തീ കത്തിക്കും, വെള്ളം വെക്കും അടുപ്പേ. പിന്നെ ജയ വന്ന് അരി കഴുകി ഇടും, അരി ഇട്ടോളും തിളച്ച് കഴിയുമ്പോഴത്തേനും. അതുവരെ പിന്നെ ഞാൻ 4 മണി തൊട്ട് എഡിറ്റിങ് തുടങ്ങും.
അതിങ്ങോട്ട് പോരാനുള്ള സമയമാകുന്നവരെ ചെയ്തിട്ട് പോരും. വൈകിട്ടൊരു 10 മണി 10:30 11 വരെ എഡിറ്റ് ചെയ്യും. കുത്തിപ്പറിക്കൽ തന്നെയാണ് ഇപ്പോഴും, തീർന്നിട്ടില്ല. ഇന്നോ നാളെയോ തീരുമെന്ന് വിചാരിക്കുന്നു. നല്ല ഏരിയ, നല്ല രസമുണ്ട്. മൊത്തത്തിൽ പച്ചപ്പും തണുപ്പും ഒക്കെയാണ്. ഈ വീടിരിക്കുന്നതിന് മാത്രമാണ് കുറച്ച് സ്ഥലം മരങ്ങളൊന്നും ഇല്ലാതെ. അവിടെ ഇത്തിരി ചൂടാണ്, നല്ല വെയിലുമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ടൂള്. കട്ടറുണ്ട്, ഇത് നമ്മൾ ചെയ്യുന്നില്ല, ഈ പരിപാടിയാണ്. വരഞ്ഞിട്ടേക്കുന്നതിൻ്റെ നടുക്ക് വശം കുത്തിക്കളയണം, അതാണ് മെയിൻ പരിപാടി. ഞങ്ങളുടെ പണി 8:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത്. ഞാനൊരു 8:15 ആകുമ്പോൾ വരും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളികൾ ഈ കഥക് പിടിപ്പിലും കട്ടളയൊക്കെ പിടിപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അവർ 8 മണിയാകുമ്പോൾ തുടങ്ങും. അല്ല കുത്തിയിട്ടേക്കുമായിരുന്നു. തുണി എടുക്കണം ഇനി. ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചൂടെ? പറയണ്ടേ? ഭയങ്കര മടിയാണല്ലേ. എന്നോട് ഇതുപോലെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടേ. അപ്പം ഞാനും എടുത്തൊക്കെ തരാറുണ്ടേ. ഒരു സെക്കൻഡ്. എന്നാ നിൽക്കുക, തിരിച്ച് കയറാനാണോ? അല്ല, ഞാൻ അതിന് ഇറങ്ങിയില്ലായിരുന്നു, ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. എനിക്ക് സമയമില്ല, വേഗം വരണം കേട്ടോ. വെയിലാവുമ്പോൾ എവിടെയെങ്കിലും ഇറങ്ങാൻ മടിയാണ്. ബാങ്കിൽ വരെ ഒന്ന് പോകണം.
കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോകണം. കുറച്ച് പരിപാടിയുണ്ട്. നാരായണി ഞാൻ ഉച്ചവരെ പഠിക്കുവാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നാരായണി ഒരു 11:30 വരെ അങ്ങോട്ട് പഠിച്ചു അല്ലേ നാരായണി? ആ, പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവളവിടെ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളെയും കൊണ്ട് പോകണം. കാണിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കയറിയ സ്ഥലത്ത് 30 രൂപ ഉള്ളൂ ഇവിടം വരെ. അപ്പുറത്തുനിന്ന് നീ വിളിക്കുന്ന പറയാൻ 50 രൂപ കൊടുക്കണമായിരുന്നു. മനസ്സിലായോ? ഇവിടെ ബസ് കിട്ടാനാ പാട്. ഇതിൽ കാലിയോട്ടോയും കിട്ടുമായിരിക്കും. ബസ് കിട്ടണ അങ്ങ് പോകണം. ബസ്സേ കയറണമെങ്കിൽ ബസ്സിലല്ല അല്ല കാലിയോട്ടോ എല്ലാം കാണുമായിരിക്കും. അങ്ങോട്ട് നടക്കാം. ഓക്കെ, നൂറ് തന്നെ. എന്നു വെച്ചാൽ ATM കാർഡിൻ്റെ നാരായണ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര അടി 3-4 മാസമായല്ലേ ഈ മാറി നിന്നവനെ. ഫെഡറൽ ബാങ്കിൽ നിന്ന് അയച്ചു തരാമെന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പോയി ചോദിച്ചു നോക്കാം. അവിടെ അടി ഫെഡറൽ ബാങ്ക്. ഓ എൻ്റെ പൊന്നെ, അവിടെ ബാങ്ക്. അപ്പോൾ അങ്ങോട്ട് പോവാം. പബ്ലിക്ക് വീഡിയോ എടുക്കാനേ ആ ബസ്സിലെ കേസ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊക്കെ ഒരു മുഷിഞ്ഞ നോട്ടമാണ്. എന്തോ ഈ കാണിച്ചു നടക്കുന്നത് ഉള്ള ചിന്തയാണ്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ എടുപ്പ് ഇപ്പോൾ ഒരു ഭയങ്കര മടുപ്പായിട്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പണ്ടേ മടുപ്പാണ്. അപ്പോൾ പിന്നെ ഈ ഒരു കേസും കൂടെ ആയതുകൊണ്ട് ഫെഡറൽ ബാങ്ക് വന്നു പോകാം അല്ലേ. ATM കാർഡ് ഉണ്ടായിരുന്നു. അന്ന് അറിയില്ലേ? കാർഡ് ഉണ്ടായിട്ട് കാർഡ് ഉണ്ടായിട്ട് അവിടെ വെച്ചേക്കുമായിരുന്നു അല്ലേ. അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട്. ഓ എന്താ ഓക്കെ ഓക്കെ, ശരി ശരി. ഞങ്ങളുടെ മാമൻ്റെ പുതിയ കട. നേരത്തെ ഇത് ഏന്ത്യയിലായിരുന്നു. പുതിയ മാമൻ ഇവിടെ കട തുടങ്ങി. ഇവളെ ഇത് എന്നാ ATM കാർഡ് കിട്ടിയില്ല. അതിനുകൊണ്ട് ഇവിടെയാണ് കട വന്നത്. അല്ല കിട്ടി. ആണോ?
ഇവിടെ തുടങ്ങിയായിരുന്നു. ഞാനിവിടെ ഇവിടുത്തെ ഞാൻ ഉത്സവത്തിനുണ്ടായിരുന്നു മറ്റേ മാമനെ. നിങ്ങൾ മാമനുണ്ടായിരുന്നു തോന്നുന്നല്ലേ? മാമനുണ്ടായിരുന്നല്ലോ മറ്റേ കോമഡി അവന്മാർ വന്നില്ലേ? ഇവിടെ തുടങ്ങിയല്ലേ? കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടത് കൊണ്ട് മാമ ഇറങ്ങുന്ന ഭാവം കിട്ടിയില്ല മാമനോട്. മാമനൊക്കെ ഇവിടെയാണ്. നേരത്തെ ഏറാഞ്ചേരിയിലായിരുന്നേ. ചേട്ടാടെ അമ്മയുടെ അച്ഛൻ്റെ പെങ്ങടെ മോൻ, അങ്ങനെയാണ്. സരസ്വതി അമ്മയുടെ അച്ഛൻ്റെ പെങ്ങടെ മകനാണത്. ഇത് പണിതല്ലേ ഇവിടെ? ചോറൊക്കെ ഉണ്ട്. പിന്നെ വെയിലല്ലേ പിന്നെ നിറയുന്നു. ശ്യാമളമ്മ എവിടെയാണ്ട് നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് കൊണ്ട് നിൽക്കുന്നുണ്ട് ശ്യാമളമ്മ. എടുത്തോണേ ഞങ്ങൾ പേടിച്ചടക്കണ്ടല്ലോ. അമ്മ എവിടെ പോന്നേ? കേറാവോ? ഒന്ന് കേറാവോ? കേറ്. അരുണിന്റെ മോഹം പോകാം. ഉദ്ദേശിച്ച സാധനമൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഉദ്ദേശിച്ച സാധനം ഇല്ലെന്നേ. പോകാം. അതെ, മൊത്തം പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഇതാന്നേ. അവിടെ വേഗം പോകണം. വാ. കേട്ടോ, ഇപ്പോൾ എൻ്റെ ഇല്ല. വാ വാ വാ, പോകാം പോകാം പോകാം. അമ്മ അങ്ങോട്ട് പൈകയ്ക്ക് പോവല്ലേ? പൈകയ്ക്ക് പോവാ. അന്നേരം വണ്ടിക്കൂലി എൻ്റെ രൂപ ആയിട്ടില്ല. പൈസ ആയിട്ടില്ലേ? ഇല്ല. അതല്ലേ ആയിട്ടാക്കാൻ എന്നെ ഉദ്ദേശിച്ച അമ്മ അവിടെ നിന്ന് എടുക്കണ്ടായിരുന്നോ? അപ്പം നിൻ്റെ പൈസ ആയിട്ടില്ലേ? നോക്കാം. ശരി. ആ, അത് വില കൂടിയ മെറ്റീരിയൽ. ആ, ഇവിടെ പണി നടക്കുന്നുണ്ട്. ആക്കരപ്പള്ളി പെരുന്നാളിൻ്റെ ഇവിടെ പണി നടക്കും. ഒരു സൈഡ് അങ്ങോട്ട് വണ്ടിയൊക്കെ ബ്ലോക്കാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിയെ ഒത്തിരി ഇതായിട്ടാണ് വിടുന്നത്. ഒത്തിരി പണിയാണ് നടക്കുന്നത്. ഇവിടുത്തെ ഇന്ന് താലമാണ്. ഷാമ്പൂ കൊണ്ടുവന്നോണ്ട് പോക്ക് നടക്കിയല്ല. അപ്പം വന്നിട്ടൊരു കാര്യം ചെറിയ നിന്നോ, ഞാൻ പോയിക്കോട്ടെ. വണ്ടി വരുന്നുണ്ട് പറയല്ലേ. നീയേ വീട്ടിൽ പഠിച്ചോ? ഞാൻ പോയിക്കോട്ടെ. എനിക്ക് എക്സാം അല്ലേ? ഇത്ര നേരം തന്നെ വന്നു തന്നെ വലിയ കാര്യം. നമ്മൾക്ക് താലത്തിന് പോകാൻ പറ്റിയില്ല. പിന്നെ സൂര്യൻ്റെ ഒരു നിപ്പ് കണ്ടോ? പാല് കിട്ടിയില്ലേ? തുറന്നില്ല അവിടെ. ചിലപ്പോൾ ചേച്ചി ഇന്നലെ ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോള്. ചേച്ചിക്ക് എന്തായാലും നടക്കത്തില്ലല്ലോ. പപ്പയോട് പറയുന്നു വൈകിട്ട് മേടിച്ചുകൊണ്ട് വരാനായിട്ട്. നാളെ ക്ലാസ് ഉണ്ടല്ലേ ഉച്ച കഴിഞ്ഞ്? പിടിക്കുക. കൊച്ചിൻ്റെ സ്കൂൾ ബസ് വന്നില്ല.
അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തക്കൂടെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ അവിടെ ഇറങ്ങിയപ്പോൾ കയ്യെ പിടിക്കുന്നത് അവിടെ അടുത്തോണ്ട് കണ്ടു ശരി എൻ്റെ സ്നേഹം ഒരുപാട് ഇരിക്കുന്നത് ഇങ്ങനെ വാങ്ങുമ്പോൾ അവിടെ കയ്യോട് പിടിച്ച് കയറ്റി അവിടെ അടുത്തോണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ അവിടെ എന്തൊക്കെ ചോദിക്കുക നിങ്ങളോട് പറയട്ടെ എന്നാ പറയാം തക്കൂടെ മിണ്ടുന്നില്ലെന്ന് ഇവളെപ്പോലെ മിണ്ടുന്നില്ല ഈശ്വരൻ പോലെ എന്ന് പറഞ്ഞാൽ സെലക്ട് പറ്റും എന്നാ വെള്ളം വേണോ ദാഹിച്ച അവിടുന്ന് ഞാനാടി തങ്ങൽ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടോ ഇത് പിടിച്ചേ ബാ ഓ പച്ചവെള്ളം വേണോ? പച്ചവെള്ളോ? ജിഗിനകത്തുള്ള ചേച്ചിയുടെ കുപ്പി വെള്ളം ഉണ്ടോ? ഒരു പച്ച എന്റെ കയ്യിൽ കുപ്പിയൊന്നും ഇല്ല. വാ നീ. അതല്ലെന്ന് ഒരു റോസ് കുപ്പി. അത് വീട്ടിലല്ലേ? വാ. ഒരു പച്ച വെള്ളം. വാ, ഞാൻ പോവാ. അവിടെ നിന്നോ. അതല്ല, പച്ചവെള്ളം വേണം. അമ്മേ, അവക്ക് പച്ചവെള്ളം വേണമെന്ന്. വരണ്ടേ? ഡി ഇങ്ങോട്ട് വന്നേ. വാന്ന്. നീയല്ലേ പറഞ്ഞു പച്ചവെള്ളം മതിയെന്ന്? ഓ, പോയത് കണ്ടോ? പോയത് കണ്ടോ അമ്മ? പാമ്പ് പോയി. അത് പോയി. ചേരയാ. എന്താ ശാംഭവി? ആ, ഒറ്റ പോക്കായിരുന്നു. എനിക്ക് വൈകി പോകട്ടെ. രാവിലെ വൈകിട്ടുള്ള ഈ പോക്കും തുണികളൊക്കെ വരുമ്പോൾ എല്ലാം കൂടെ
പ്രഭാതവേളയിൽ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തേ. ഇന്ന് മുണ്ടക്കയത്തുള്ളൊരു പുതിയ ആൾ കൂടെ ഉണ്ടായിരുന്നു. പുതിയ ആളല്ല, നമ്മുടെ അവിടെ പുതിയ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആളും ഉണ്ടായിരുന്നു. അമ്പലത്തിലെ പരിപാടിക്കൊന്നും ഇപ്രാവശ്യം നമ്മളില്ല. പൈസ, സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ പണിക്ക് പോയി തുടങ്ങിയത്. പക്ഷേ എങ്കിൽ ഒരാഴ്ചയായപ്പോഴത്തേനും സാമ്പത്തികമൊക്കെ സെറ്റായി. നമ്മൾ കൂടുതൽ പൈസ വന്നു, കുറേ കൂടുതൽ. പക്ഷേങ്കിൽ നമ്മൾ പണി നിർത്തുന്നില്ല, പണി ഇതേ അവസ്ഥ തന്നെ തുടരുന്നു. എന്തെങ്കിലും അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായി പണി നിർത്തേണ്ട ആ സാഹചര്യം വരുന്നവരെ പണിക്ക് പോകാനാണ് എൻ്റെ തീരുമാനം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പണിക്ക് പൊയ്ക്കൊണ്ടേയിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കുറേ കാലം അങ്ങനെ പോകണമെന്നൊന്നുമില്ല, വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വഴി വരുന്നവരെയോ ഒക്കെ. എന്തായാലും നിലവിൽ എന്ത് വഴി വന്നാലും വേറെ ഇപ്പോൾ ഉടനെ മാറിപ്പിടിക്കുന്നില്ല, ഇതേ തന്നെ മുമ്പോട്ട് പോവുക. ഇന്ന് മൊത്തം മറ്റേ കുത്തും പരിപാടിയൊക്കെ ആയിരുന്നു, കൈയൊക്കെ നല്ല വേദനയുണ്ട്. അത് ഒക്കെ പണിയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അല്ലാതെ ബജ്ജി വല്ലതും മേടിച്ചോണ്ട് പറഞ്ഞോളം പറഞ്ഞ് ജയ വിളിച്ച് അത് മേടിക്കാൻ പോയതാ. ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മാറിയ സ്ഥിതിക്ക് വേറൊരു രസമൊക്കെ ഉണ്ട്. സാഹചര്യങ്ങൾ മാറിയതിൻ്റെതായ ഒരു രസം. ശരിയാണോ വന്നത് ഞാനാണോ? ഒന്നും മേടിച്ചില്ല. ഓ, പട്ടണിയായിരുന്നു അവിടെ. വയറ്റിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എന്താണിത്? ബജ്ജി ഇവിടെ ഉള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ചേട്ടാ ആയില്ല, ഇവിടെ ഉള്ളവർക്ക് കൊടുത്താൽ മതി കേട്ടോ ചേട്ടാ. TV ഒക്കെ നിർത്തിയിട്ട് വരുന്നവർക്ക് കൊടുത്താൽ മതി.